വരാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ സ്ട്രോങ് ആയ ഒരു പൊസിഷനാണ് ഇന്ന് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മൊത്തം പരിശോധിച്ചാൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്ന അതിശക്തമായ നിലപാടാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ഫെബ്രുവരി 15-ാം തീയതിയാണ് നിർണായകമായ സുപ്രീം കോടതി ഉത്തരവ് വരുന്നത്. എന്താണ്? ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നത്? അതിൻ്റെ കാരണം, നിങ്ങൾക്ക് അജ്ഞാതനായിരുന്നു കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇഷ്ടം പോലെ സംഭാവന ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരനും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് ലഭിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഭരണഘടനയിലെ നമ്മുടെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ റൈറ്റ് ടു ഇൻഫർമേഷൻ അഥവാ വിവരാവകാശത്തിൻ്റെ ലംഘനമാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെയാണ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? മാർച്ച് 6-ാം തീയതിക്ക് മുമ്പ്, അതായത് 3 ആഴ്ചയുണ്ട്, മാർച്ച് 6-ാം തീയതിക്ക് മുമ്പ് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും SBIയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ നിർദ്ദേശിക്കുന്നു. മാർച്ച് 6-ന് SBI അത് കൈമാറുന്നില്ല. എന്നിട്ട് ഒരു പ്ലീയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി മാർച്ച് 12-ന് അത് വീണ്ടും പരിശോധിക്കുന്നു. എന്നിട്ട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? നിങ്ങൾക്കിത് വൈകിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇത്രയും ദിവസം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മാർച്ച് 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ്, അതായത് മാർച്ച് 12-നാണ് ഈ ഉത്തരവ് വരുന്നതെന്ന് ഓർക്കണം. മാർച്ച് 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എല്ലാ ഡീറ്റെയിൽസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്നാണ് പറഞ്ഞത്. ആ ഉത്തരവ് ഇങ്ങനെയാണ്: കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഹാഡ് ഡയറക്റ്റഡ് SBI ടു ഫർണിഷ് ബൈ മാർച്ച് 15th the details of electoral bonds, including the date of purchase of bonds, the name of the purchaser of the bond and denomination of the electoral bond. എന്നാണ് വാങ്ങിയത്, ആരാണ് വാങ്ങിയത്, എത്ര രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ആജ്ഞ എന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്യാത്ത പക്ഷം കോടതി അലക്ഷ്യത്തിന് കേസെടുക്കും എന്നും പറഞ്ഞിരുന്നു. ഇവിടെ കൗതുകകരമായൊരു കാര്യം, മാർച്ച് 6-ന് SBI സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ എന്താണ് ആവശ്യപ്പെട്ടത്? ജൂൺ 30 വരെ സമയം നീട്ടിത്തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്താണ് ഈ ജൂൺ 30-ൻ്റെ പ്രത്യേകത? നമുക്കിപ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 1-ാം തീയതിയാണ് അവസാനഘട്ട വോട്ടെടുപ്പ്, അല്ലേ? 7 ഘട്ടം കഴിയും. ജൂൺ 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ ഉണ്ടാകും. മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഉണ്ടായേ പറ്റൂ. ജൂൺ 16-ാം തീയതി 18-ാം ലോക്സഭയുടെ കാലാവധി കഴിയുകയാണ്. അതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നതെങ്കിൽ പിന്നെ ഈ ഡീറ്റെയിൽസിന് എന്ത് പ്രസക്തിയാവുള്ളത്? അപ്പോൾ അത് വളരെ കരുതിക്കൂട്ടിയുള്ളൊരു മൂവായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് SBI എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ബാങ്കാണ്. അതിലേതാണ്ട് 58% ഓഹരി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരാണ് SBIയുടെ ചെയർമാനെ തീരുമാനിക്കുക. ഇപ്പോൾ ദിനേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയർമാൻ. അദ്ദേഹം 2020 ഒക്ടോബറിലാണ് ചുമതലയേൽക്കുന്നത്. 3 വർഷമാണ് കാലാവധി. ഇപ്പോൾ 2023 ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ഈ വർഷം ഓഗസ്റ്റ് വരെ ആ കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിൻമെൻറ്റ്സ് ആണ്, അതായത് അപ്പോയിൻമെൻറ്റുകൾ നടപ്പാക്കാൻ ഫിനാൻസ് മിനിസ്ട്രി അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ വെച്ചിട്ടൊരു ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്, ഒരു മന്ത്രിസഭാ സമിതി എന്ന് പറയും. ആ സമിതിയാണ് ഈ SBI ചെയർമാനെയൊക്കെ തീരുമാനിക്കുക. അപ്പം SBI ചെയർമാനായിട്ടൊരാൾ വരുന്നത് നിശ്ചയമായും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ്. അത് പ്രതിനിധി എന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് വരിക. അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണും അത്. 58% ഓഹരിയും അവർക്കുണ്ട്. അപ്പം ഈ പറയുന്ന വലിയൊരു മൂവാണ് SBIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരിന് അനുകൂലമായിട്ടൊരു മൂവാണ് ഉണ്ടായത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? മാർച്ച് 12-ാം തീയതി കോടതി അന്തിമ വാക്ക് പറയുന്നു. മാർച്ച് 15-ാം തീയതി വൈകുന്നേരമായപ്പോൾ ഇത് കൊടുത്തില്ലേ? 3 ദിവസം കൊണ്ട്, കൃത്യമായി 5 മണിക്ക് മുമ്പ് ഈ 3 ദിവസം കൊണ്ട് ഇത് കൊടുത്തു. അതായത് 3 ആഴ്ച അവർക്ക് കിട്ടിയത് കളഞ്ഞു, ലാപ്സാക്കി. പിന്നെ 6-ാം തീയതി വീണ്ടും പ്ലീ കൊടുത്തിട്ട് 12-ാം തീയതി വരെയുള്ള അടുത്തൊരു 6 ദിവസം കൂടി എടുത്തു. അങ്ങനെ ഏതാണ്ടൊരു 27-28 ദിവസം ലാപ്സാക്കിയതിന് ശേഷമാണ് അടുത്ത 3 ദിവസം കൊണ്ട് ഇത് കൊടുത്തത്. ഈ 3 ദിവസം കൊണ്ട് ഇത് കൊടുക്കാവുന്നത് നേരത്തെ തന്നെ കൊടുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടം മുതൽ തന്നെ ഒത്തുകളിയുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന സമയത്ത് നടത്തിയ പ്രസംഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. എന്താണ് ആ പ്രസംഗം? ഇന്നത്തെ കാലത്ത് ശ്രീകൃഷ്ണനെ കാണാൻ ചെല്ലുന്ന കുചേലൻ ഒരു പിടി അവില് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ കൊടുത്താൽ സുപ്രീം കോടതി കൃഷ്ണൻ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പറയും എന്നാണ് പറഞ്ഞത്. ജഡ്ജ്മെൻറ്റ് വരുന്നത് അങ്ങനെയായിരിക്കും. സുപ്രീം കോടതിയിൽ കൃഷ്ണൻ ഭ്രഷ്ടാചാർ കിയാ ഹെ എന്ന് പറയുന്നതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ പരമോന്നത നീതിപീഠം നടത്തിയ ഒരു വിധി പ്രസ്താവത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നതും പ്രതികരിച്ചിരിക്കുന്നതും ഈ രീതിയിലാണ്. അതൊരു തരം പരിഹാസമാണ്. സുപ്രീം കോടതിയെ അധിക്ഷേപിക്കലാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്തുമാകട്ടെ,
ഇവിടെ എന്തിനാണ് ഇത്ര വിരളി പിടിച്ചത്? ഈ ഭരണമുന്നണി എന്തിനാണ് വിരളി പിടിച്ചത്? ഈ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്നേ? ഇവിടെ BJP മാത്രം നമ്മൾ കുറ്റപ്പെടുത്തണമെന്നേ. ഇപ്പോൾ 1300 കോടിയോളം കോൺഗ്രസിന് കിട്ടിയിട്ടില്ലേ? അതേപോലെ പ്രതിപക്ഷത്തുള്ള തൃണമൂൽ കോൺഗ്രസിന് അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയിട്ടില്ലേ? പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ പാർട്ടിയായിട്ടുള്ള DMKക്ക് പൈസ കിട്ടിയിട്ടില്ലേ? ഇങ്ങനെ പല പാർട്ടികൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അവിടെ CPMഉം CPI മാത്രമാണ് ഈ പൈസ വാങ്ങിക്കാതിരുന്നത്, ഇലക്ട്രൽ ബോണ്ട്. അവരാണ് ഈ കേസിന് പോയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഈ സുപ്രീം കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിനകത്ത് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ അറിയോ? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷനാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി. അതിന് ഇപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് രസകരമായ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ CBIയുടെയും EDയുടെയും IT-യുടെയും റെയ്ഡുകൾ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെ നടന്നു, ആ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത്, ഏറ്റവും വേഗത്തിലും വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഭവം പറയാം. ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. 2022 നവംബർ 10 അരബിന്ദോ ഫാർമയുടെ ഒരു MD P. ശരത്ചന്ദ്ര റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അരബിന്ദോ ഫാർമ. നമ്മൾ ഓർക്കേണ്ടത് ഈ കോവിഡ് കാലത്ത് വലിയ രീതിയിൽ ഈ മരുന്ന് കമ്പനികൾ വലിയ പൈസ ഉണ്ടാക്കിയിരുന്നു. അവർ വലിയ ഡോണേഴ്സാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ 2022 നവംബർ 10 അതുപോലൊരു ഫാർമ കമ്പനിയുടെ MD ആയിട്ടുള്ള ശരത്ചന്ദ്ര റെഡ്ഡി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നവംബർ 15 5 ദിവസം കഴിഞ്ഞപ്പോൾ ED ആണ് കേട്ടോ അറസ്റ്റ് ചെയ്യുന്നത്. ഈ ശരത്ചന്ദ്ര റെഡ്ഡി അറസ്റ്റ് ചെയ്യുന്നത് 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് റെക്കോർഡാണ്. ED പോയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പറയുന്നു ഇയാളെ അപ്രൂവർ ആക്കണം, മാപ്പുസാക്ഷിയാക്കണം എന്ന് പറയുന്നു. ഇതൊരു സംഭവമാണ്. വേറൊരു കണക്ക് പറയാം. 2023 സ്ഥാപിച്ചിട്ടുള്ള 4 കമ്പനികൾ. 2023 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2024 3-ാം മാസത്തിലാണ് ഇരിക്കുന്നത്. 2023 കഴിഞ്ഞ വർഷം സ്ഥാപിച്ച 4 കമ്പനികൾ 100 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നു. ഒരു കമ്പനി സ്ഥാപിച്ചിട്ടേ ഉള്ളൂ, 4 കമ്പനികൾ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൂ, 100 കോടിയുടെ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നു. എന്താണ് ഇത്രയും വലിയൊരു ലാഭം അവരുണ്ടാക്കിയോ? അപ്പോൾ എന്തായിരുന്നു സമ്മർദ്ദം എന്നുള്ളത്? അപ്പോൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും ഇത്തരത്തിൽ ഡൊണേഷൻസ് നൽകി ആനുകൂല്യങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാമോ, BJPയുടെ MP, രാജ്യസഭാ MP ആയിട്ടുള്ള CM രാജേഷ്, അദ്ദേഹം 5 കോടിയുടെ ബോണ്ട് വാങ്ങി. 5 കോടിയുടെ ബോണ്ട് വാങ്ങിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം 1098 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിൽ കിട്ടുന്നു. ഈ രാജേഷ് എന്ന് പറയുന്ന MPക്ക്, BJPയുടെ MP ആണ്, രാജ്യസഭാ MP ആണ്. അത് കിട്ടി 2 മാസം കഴിഞ്ഞപ്പോൾ 40 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിക്കുന്നു. ഇവിടെയും കണക്കുകൾ തീരുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ്റെ രസമാണ് കേട്ടോ. സാന്റിയാഗോ മാർട്ടിന് എതിരായിട്ട് EDയുടെ അന്വേഷണം വരുന്നു. 2022 ഏപ്രിൽ 2-നാണ് ED അന്വേഷിക്കുന്നത്. 2022 ഏപ്രിൽ 2-ന് ED അന്വേഷിക്കുക മാത്രമല്ല 410 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. ED കണ്ടുകെട്ടി. ഇത് ഏപ്രിൽ 2-നാണ് സംഭവിക്കുന്നത്. 2022 ഏപ്രിൽ 7-ന്, അതായത് 5 ദിവസം കഴിഞ്ഞപ്പോൾ 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഒറ്റ ദിവസം കൊണ്ട് വാങ്ങി. സാന്റിയാഗോ മാർട്ടിൻ 100 കോടിയുടെ ബോണ്ട് വാങ്ങി. ഈ സാന്റിയാഗോ 5 ദിവസമുള്ള ഇതൊക്കെ നടക്കുന്നത്. അപ്പം ഇതിനകത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ 1368 കോടി രൂപയാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. അതിൽ മേജർ ഷെയർ പോയിരിക്കുന്നത് DMKക്കാണ്, അതിനകത്തൊന്നും സംശയമില്ല. 1368 കോടിയുടെ ഈ ബോണ്ടുകളിൽ 50% വാങ്ങിയിരിക്കുന്നത് EDയുടെ റെയ്ഡിന് മുമ്പും 50% വാങ്ങിയിരിക്കുന്നത് EDയുടെ റെയ്ഡിന് ശേഷമാണ്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഈ റെയ്ഡ് വരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അത് തടയാനായിട്ട് പണം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവരിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പോരാന്ന് കണ്ടിട്ട് വീണ്ടും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് കൊടുക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. 2023 ഡിസംബർ 18-ന് ഈ ഹൈദരാബാദിലെ ഷിർദി സായി ഇലക്ട്രിക്കൽ ലിമിറ്റഡിൽ ഒരു IT റെയ്ഡ് നടന്നു. 23 ഡിസംബർ 18, അധികം ദിവസമായിട്ടില്ല, കഴിഞ്ഞ വർഷം ഈ ഡിസംബർ 23-നാണ് നടന്നത്. അത് 2024 ജനുവരി 11, ഏതാണ്ട് ഒരു 15 ദിവസത്തിന് ശേഷം 17 ദിവസത്തിന് ശേഷം അവർ 40 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ആ കേസ് ഇല്ലാതാകും. 40 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങും. ഞാനൊരു 4-5 കേസ് ഇതിനകത്ത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രസക്തി എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ CBIയും EDയും IT-യും വരും, നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വരും, അത് റെയ്ഡ് ചെയ്യും. അത് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പണം നേരിട്ട് നമുക്ക് തരണ്ട, പകരം അത് സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടായി നേരെ കൊണ്ടുപോയി പാർട്ടിക്ക് കൊടുത്താൽ മതി. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ഇപ്പം വളരെ പ്രധാനപ്പെട്ടൊരു അഴിമതി ആരോപണം വെസ്റ്റ് ബംഗാളിലുണ്ടായി. വെസ്റ്റ് ബംഗാളിലെ ഈ ഡയറി പ്രോഡക്ട്സിൻ്റെ വെസ്റ്റ് ബംഗാൾ സർക്കാരിനുണ്ടായിരുന്ന ഓഹരി ഡിസിൻവെസ്റ്റ് ചെയ്തു. ആ ഓഹരി വിറ്റഴിച്ചു. അത് കെവൻഡർ അഗ്രോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ED റെയ്ഡ്, IT അന്വേഷണമൊക്കെ നടക്കുകയും വലിയ രീതിയിൽ കേസൊക്കെ ആയി. അധീർ രഞ്ജൻ ചൗധരിയാണ് ആ കേസുമായിട്ട് കോടതികളിലേക്കൊക്കെ പോയത്. ആ കേസ് തള്ളിപ്പോയി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് രജിസ്റ്റർ ചെയ്ത IT റെയ്ഡും ED റെയ്ഡും തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ 617 കോടി രൂപയുടെ ബോണ്ടാണ് ഈ കെവൻഡർ ഗ്രൂപ്പ് വാങ്ങിച്ചിരിക്കുന്നത്.
അതാ ഞാൻ പറഞ്ഞത് 1396 കോടി എങ്ങാണ്ട് തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അതിലൊരു മേജർ ഷെയർ പോയിരിക്കുന്ന ഈ പൈസ 617 കോടിയിൽ നിശ്ചയമായും പോയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ്. ഈ അർത്ഥത്തിൽ ഞാനിതിനെ ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് എത്ര കോടിയാണ് കിട്ടിയത് ബി ജെ പിക്ക്? 6986 കോടി രൂപയാണ് ബി ജെ പിക്ക് മാത്രമായി കിട്ടിയിരിക്കുന്നത്. 6986 കോടി രൂപ, ഏതാണ്ട് 57% ഓഫ് ഈ പറയുന്ന ഇലക്ട്രൽ ബോൺസിൻ്റെ ആനുകൂല്യം കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്കാണ്. അപ്പം ഈ രീതിയിൽ ഈ എല്ലാ സ്ഥലങ്ങളിലും കോൺട്രാക്റ്റുകൾ കിട്ടുന്നതിന്, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വൈകിപ്പിക്കുന്നതിന്, പുതിയ ലൈസൻസുകൾ കിട്ടുന്നതിനൊക്കെ ഒരു മാർഗമായിട്ട് ഇലക്ട്രൽ ബോണ്ട് മാറി. സോ സുപ്രീം കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ ആയിരുന്നു. ആ കറപ്ഷൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും മേജർ ഷെയർ കിട്ടിയ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്വാഭാവികമായിട്ടും സംശയത്തിന് മുന്നിലാകും. ബി ജെ പി സർക്കാരിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് എന്താ? അഴിമതിയില്ല, ഒരു മന്ത്രിക്കും അഴിമതിയില്ല, ഇപ്പോഴും യു പി എക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഴിമതിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വേറൊരു തരം അഴിമതിയാണ്. അപ്പോൾ പല രീതിയിൽ അഴിമതി നടത്താമെന്നേ. ആ അഴിമതിയുടെ ഒരു പുതിയ രൂപം കണ്ടെത്തിക്കൊണ്ട്, അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ്, ഇത് ബ്ലാക്ക് മണിയാണ്. ചില കേസുകളൊക്കെ ഉണ്ടല്ലോ PMLA ആക്ട് പ്രകാരമാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിനെതിരായിട്ടും മേഘ എഞ്ചിനീയറിംഗിനെതിരായിട്ടും ഒക്കെ വേദാന്തക്കെതിരെയൊക്കെ വന്നിരിക്കുന്നത് PMLA ആക്ട് പ്രകാരമുള്ള പിന്നെ കുറ്റകൃത്യം പോലുമാണ്. അപ്പം ഈ രീതിയിൽ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ അത് നിശ്ചയമായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അതുകൊണ്ട് ഈ അഴിമതിരഹിത പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നും നല്ല ഭയമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരായിട്ട് നീങ്ങിയത്. സ്വാഭാവികമായും SBIയുടെ മേളിൽ ഒരു പിടിമുറുക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ ധൃതി പിടിച്ചിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കണ്ട എന്നൊരു നിർദ്ദേശം പോയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നോക്കൂ, നിങ്ങൾ 3 മാസത്തെ ടൈമാണ് ആവശ്യപ്പെട്ടത്. 3 months, ജൂൺ 30 വരെ സമയം ആവശ്യപ്പെട്ടു. ജൂൺ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഡീറ്റെയിൽസിന് ഒരു പ്രസക്തിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ അതുവരെ സമയം ആവശ്യപ്പെട്ട് അവസാനം കോടതി നിർബന്ധത്തിൽ പറഞ്ഞപ്പം കൃത്യം 3 ദിവസത്തിനുള്ളിൽ ഈ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുന്നു. എന്നിട്ടോ അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒത്തുകളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പരസ്യമായൊരു വിഴുപ്പിലക്കലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അത് നഷ്ടം വരുത്താൻ പോകുന്നത് ഒരു അഴിമതിയുടെ ആശങ്ക, ഒരു അഴിമതിയെ സംബന്ധിച്ചുള്ളൊരു സംശയം, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും അത് ഭരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്ക് അത് അപകടം തന്നെയാണ്. ഇത് ബോധ്യമുള്ളതുകൊണ്ടാണ് അതിൻ്റെ പിന്നിലൊക്കെ ചില കളികൾ നടന്നത്. ഇന്നത്തെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒത്തുകളിക്ക് ഒരു സാധ്യതയുമില്ല. അവർ ഏതാണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുക എന്ന് മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പം സുപ്രീം കോടതി SBIയെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേ ഹാവ് ടു ഡിസ്ക്ലോസ് ഓൾ ഡീറ്റെയിൽസ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പോൾ Meet the editors.